വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രത്യേക നിയോഗാർത്ഥമുള്ള വിശുദ്ധ കുർബാന ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് തന്നെ വിശുദ്ധ കുർബാന ആരംഭിച്ചു. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കർദിനാൾ സംഘത്തിൻ്റെ ഡീനായ കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റ റേ ആണ്. അദ്ദേഹം തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ സന്ദേശം നൽകുന്നത്. ഈ സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. ജോൺ പോൾ II മാർപ്പാപ്പയുടെ ഖബറടക്കത്തിന് ശേഷം നടന്ന കോൺക്ലേവിൽ കർദിനാൾ ജോസഫ് രാറ്റ്സിംഗർ നടത്തിയ പ്രസംഗമാണ് പിന്നീട് അദ്ദേഹത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്ന പദവിയിലേക്ക് ഉയർത്തിയതും. പെട്ടെന്നുള്ള കാരണം അതായിരുന്നു എന്നാണ് വത്തിക്കാനിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ വലിയൊരു ലോകമൊറ്റുനോക്കുന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് വൈകുന്നേരം 4:30 മണിക്ക് കർദിനാൾ സംഘം പ്രാർത്ഥനയോടെ വിയനി ക്രയാത്തൂർ എന്ന പരമ്പരാഗത പ്രാർത്ഥനാ ഗാനത്തോടുകൂടി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കും. ആ ചാപ്പലിൻ്റെ ഒരുപക്ഷെ പവിത്രതയുടെ കാവൽക്കാരൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു മലയാളിയാണ്. കർദിനാൾ ജോർജ് ജേക്കബ് പൂവക്കാടാണ് സിസ്റ്റൈൻ ചാപ്പൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. മലയാളികൾ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി അവർ പ്രാർത്ഥനയോടെ കോൺക്ലേവ് ആരംഭിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പൂർണ്ണ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊള്ളാമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യും. അതിനുശേഷം ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ബാലറ്റ് ഉണ്ടായിരിക്കുമെന്നും 7 മണിയോടുകൂടി ആ ബാലറ്റിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ വത്തിക്കാനിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്.